അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബുഷി, അതെ, അത് അവൾ തന്നെയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആ മുഖം, അത് ബുഷി തന്നെയാണ്. പക്ഷേ അത് അവളുടെ ഭർത്താവല്ല. അല്ല, ഹേ, പക്ഷേ ഭർത്താവെന്ന പോലെയാണല്ലോ അയാളുടെ ചിരിയും കളിയും സംസാരമൊക്കെ. എന്നാൽ അതാ ആ വരാന്തയിലൂടെ ഷാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ നഴ്സിംഗ് സ്റ്റേഷനുകളിലും അവൾ ഉണ്ടോ എന്ന് അവനൊന്ന് എത്തി നോക്കി. പക്ഷേ ഇല്ല, അവളെ കണ്ടില്ല. ഇനി ഏയ് എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് ഒന്ന് അവളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പിന്നീട് വിചാരിച്ചു, വേണ്ട, വിവാഹം കഴിഞ്ഞ പെണ്ണാണ്, സുഖസന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട പെണ്ണാണ്. എന്നാൽ അന്ന് നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ബുഷി വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. പിറ്റേന്ന് രാവിലെ അതാ പ്രതീക്ഷിക്കാതെ ഷാമിൽ നമ്മുടെ ബുഷിയുടെ ഭർത്താവായ അൻഷിഫിനെ കണ്ടുമുട്ടുന്നു. അസ്സലാമു അലൈക്കും സർ. വലൈക്കും അസ്സലാം. ഷാമിൽ, എന്താ ഇവിടെ? അതെ, ഉപ്പ ഇവിടെ അഡ്മിറ്റാണ്. ഓ, എന്തു പറ്റി? അല്ല, ഉപ്പാക്ക് ടെൻഷൻ കൂടിയിട്ട് ഒരു മെൻ്റലി ആയിട്ട് ചെറുതായിട്ടൊരു അസുഖം പ്രശ്നങ്ങൾ വന്നിട്ട് ഒന്നുമല്ല, നെഞ്ചുവേദന അനുഭവപ്പെട്ട പോലെയൊക്കെ തോന്നി. അപ്പോൾ ടെൻഷൻ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞത്. ഓ, അങ്ങനെ. എവിടെ ഉപ്പ? അവിടെ ഉപ്പ അവിടെ 32 കിടക്കുന്നത്. ഓ, അങ്ങനെ, ഞാൻ വരാം കേട്ടോ. ഏതായാലും അല്ല സർ, ബുഷി ബുഷിക്ക് ഡ്യൂട്ടി ഉണ്ട്. അവൾക്ക് ഇന്നലെ നൈറ്റായിരുന്നു. ഇന്ന് അവൾ പകലാണെന്നാണ് കേട്ടത്, പക്ഷേ ഉച്ചക്കൊക്കെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങ് പോന്നു. ഓ, അങ്ങനെ സർ, ഹാപ്പി അല്ലേ? എന്നാൽ ഒരു നിമിഷം അതാ അവൻ ഷാമിലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, അൽഹംദുലില്ലാ. എന്നാൽ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അതാ ഷാമിൽ ശ്രദ്ധിച്ചു. സർ, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല മോനെ, നമുക്ക്. എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാവില്ല എന്നുള്ള കാര്യമൊന്നും അവന് തുറന്നു പറഞ്ഞില്ല. ഡോക്ടറിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ഷാമിൽ, നമുക്കൊന്ന് കാണണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അല്ല ഉപ്പ, ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് കേസസ് ഇന്നുണ്ട്. അത് ഈ ദിവസമൊക്കെ ആകുമ്പോൾ ഒരുപാടുണ്ടാകും. അപ്പോൾ മറ്റൊരു സർജൻ ഉണ്ടായിരുന്നു, മൂപ്പരിപ്പോൾ ഇവിടെ അല്ല, എന്ത് സുഖമില്ലായിട്ട് നാട്ടിൽ പോയിരിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് തിരക്കാണ്. ഓ, അങ്ങനല്ലേ. ശരിക്കും ബുഷിയുടെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. കാരണം നല്ല തിരക്കാണ്, ബുഷിയുമായിട്ട് സംസാരിക്കാനും പോലും സമയമില്ലേ. കാരണം ബുഷിക്ക് നൈറ്റ് ഡ്യൂട്ടി, ഇയാൾക്ക് പകൽ ഡ്യൂട്ടി. എങ്ങനെ ഇതിപ്പോൾ? എന്നാൽ ഒരു നിമിഷം പറയണമെന്ന് തോന്നി, നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഡ്യൂട്ടി അറ്റൻഡ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ സർജനൊക്കെ ആവുമ്പോഴേ പകലല്ലേ ഉണ്ടാകുക. രാത്രികാലങ്ങളിൽ വല്ലപ്പോഴും അർജൻറ്റ് കേസുകൾ നടക്കുക എന്നല്ലാതെ. എന്തൊക്കെ തന്നെയായാലും അൽഹംദുലില്ലാ ഇങ്ങനെ പോകുന്നുണ്ട് സാറേ. ബുഷിയുടെ കാര്യത്തിൽ അൽഹംദുലില്ലാ കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് പറയാനില്ലായിരുന്നു. അല്ലെങ്കിൽ എന്ത് പറയാനാ ഉള്ളത്? എന്തെങ്കിലും വിശേഷമെങ്കിലും ചോദിക്കുവാൻ പറയാൻ അതിനായിട്ടുമില്ല. സമയമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ചോദിക്കും ആളുകൾ. എന്നാൽ അതിനു മുമ്പിൽ ഞാൻ എന്ത് ഉത്തരം പറയും എന്നുള്ള ചിന്തയായിരുന്നു അവനുണ്ടായിരുന്നത്. ബുഷിയുടെ ജീവിതം, അതെ, ഓൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾ നോക്കും, ചെയ്തു തരും. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്തിന് എങ്കിലും അവൾ സ്നേഹത്തോടെ എന്നെ സമീപിക്കും, ഓരോന്ന് സംസാരിച്ചിരിക്കും, ഒക്കെ ചെയ്യും. എന്നാലും അന്ന് ഉച്ചയോടെ അവൾ വരും എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അങ്ങനെ അതാ ഷാമിൽ അത് കാത്തിരിക്കുന്നു. അന്നവൾ ഒരു ഓട്ടോയിലാണ് വന്നിറങ്ങിയത്. ഷാമിൽ ഉപ്പയുടെ റൂമിലായിരുന്നു. ഒരു നിമിഷം നമ്മുടെ അൻഷിഫ് അത് നോക്കിയിരുന്നു. അതെ, അവൾ വന്നോ എന്നറിയുവാൻ. ഒരു സർജറി കഴിഞ്ഞു. ഒരു നിമിഷം, ഒരു 15 മിനിറ്റ് അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നതിനിടയിൽ തൻ്റെ ബുഷി വരും എന്നോർത്ത് അയാൾ പുറത്തേക്കിറങ്ങി. ഗ്ലൗസ് എല്ലാം ഊരിയിട്ട് പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ തൻ്റെ ബുഷി അതാ അവിടെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടി. അതെ, ചിരിച്ചുകൊണ്ട് അവൾ സ്വീകരിക്കുന്ന സിനാന്. അവർ രണ്ടുപേരും ചിരിച്ചു കളിച്ചുകൊണ്ട് നേരെ അതാ നടന്നു പോകുന്നു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക്. ഒരു നിമിഷം
അൻഷിഫിൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. ബുഷി, നീ എന്താ എന്നെ ഒന്ന് കാണാൻ പോലും വരാതെ നേരെ അവൻ്റെ കൂടെ എന്നവൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ അത് അവൾ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്, മറ്റൊന്നും ഞാൻ ചിന്തിക്കാനേ പാടില്ല. എന്നാൽ ഈ സമയം അതാ സിനാൻ ബുഷിയെ വിളിച്ചു. മറ്റ് 2 സിസ്റ്റർമാരുണ്ട്. ബുഷ്റ, ആ സർ, ഇന്ന് ഈവനിങ് വരെയാണ് ഡ്യൂട്ടി ഉള്ളത്. നിനക്ക് ഉച്ച മുതലാണ് ഞാൻ ഡ്യൂട്ടി വന്നിട്ടുള്ളത്, ഇന്ന് നൈറ്റില്ല. ഓക്കെ, നമ്മളെ ന്യൂ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അതൊക്കെ എഴുതിയോ? ഓക്കെ, നമുക്കത് പോയി നോക്കാം. അത് എക്സ്ക്യൂസ് മീ, ഒന്ന് വിട്ടു നോക്കുമോ? സിസ്റ്റർമാർ 2 പേരെയും അതാ പറഞ്ഞയച്ചു. ന്യൂ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്കൊന്ന് പോയിക്കോട്ടോ, ഞാൻ വരാം. ബുഷ്റയും ഈ സമയം സിനാനും മാത്രം ആ റൂമിൽ. ബുഷി, എന്തായി കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? അല്ല, നിനക്കൊരു കാര്യങ്ങളുണ്ടാവുമല്ലോ. മനസ്സിലായില്ല. നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു? ഓക്കെ ആണോ? നീ ഹാപ്പിയാണോ? അതിന് ഞാനും എൻ്റെ ഭർത്താവും ഇപ്പോൾ ഒരുമിച്ച് ശരിക്കും കാണാറ് പോലും ഇല്ലല്ലോ. ഞാൻ നൈറ്റ്, അദ്ദേഹം പകല്. അപ്പോൾ ഏതായാലും ഇന്ന് രാത്രി 2 പേർക്ക് ഒരുമിക്കാമല്ലോ അല്ലേ? എന്തായാലും റിസൾട്ട് തരണേ. സാർ എന്താ പറയുന്നത്? നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ എനിക്കും ആശങ്കയുണ്ട്. ഒരു പെണ്ണിൻ്റെ ജീവിതം വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ബുഷി, സർ നിങ്ങൾ എന്തീ പറയുന്നത്? നിങ്ങളൊരു ഡോക്ടറല്ലേ? ഈ രീതിയിലാണോ നിങ്ങൾ? ബുഷി, ഞാൻ എൻ്റെ കെയർ ഓഫിൽ നിനക്ക് ഡ്യൂട്ടി തന്നു. ഓക്കെ, എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ നിനക്ക് ആ സാലറിയോട് കൂടിയാണ് ജോലി നൽകുന്നത്. സാധാരണ രീതിയിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അതുവരെയൊക്കെ 5 ക്യാഷ് കിട്ടില്ല. ഇത് ഞാൻ റെഡി ശമ്പളം നിനക്ക് തരും. ഓക്കെ, പിന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നതും പറയുന്നത്, എനിക്ക് എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരുടെ കാര്യത്തിലൊക്കെ ഒന്ന് അറിയാൻ നല്ല താല്പര്യമുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ. പിന്നെയെന്ന് വെച്ചാൽ ബുഷിയുടെ അവസ്ഥ എനിക്കറിയാം, നിൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ നീ ഹാപ്പി ആണോ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ. എന്നാൽ നമ്മുടെ സർജൻ അതാ അപ്പോൾ തന്നെ ഷാമിലിനെ കാണുന്നു. അയാൾ പുറത്ത് എന്തോ ഒരു ഷോക്കിലിരിക്കുകയായിരുന്നു. ഷാമിൽ എന്തോ ഫുഡ് എന്തോ വാങ്ങുവാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്. സർ, ബുഷി വന്നോ? ബുഷി വന്നു. അവൾ സിനാൻ ഡോക്ടർ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ട്? അത് അവരങ്ങോട്ട് പോയിരുന്നു, അവർ റൗണ്ടിങ്ങിന് പോയതായിരിക്കും. സർ, ഒന്ന് കാണാൻ നീ ഒന്ന് പോയി നോക്ക്. എന്നാൽ അവിടെ കണ്ട സിസ്റ്റർമാരോട് അവൻ ചോദിക്കുന്നു. ഷാമിൽ, അതെ ബുഷ്ര എന്ന പേരിൽ സിസ്റ്റർ. ആ സാറ് കൂടെ ഉണ്ടാവും, അവരിപ്പോൾ റൗണ്ടിങ്ങിന് വരും, ഞങ്ങൾ പറഞ്ഞയച്ചതാണ്. ഓക്കെ, അവരെവിടെയാണ്? അതാ ആ നഴ്സിംഗ് റൂമിൽ അവിടെ ഉണ്ടാകും. ഒരു നിമിഷം അവന് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ബേജാറ്. പഠിച്ചവനെ, ഒരു ഡോക്ടർ നഴ്സും മാത്രം അതിനകത്ത്, ഒന്നും ഉണ്ടായിട്ടില്ല, കൂടെയുള്ളവർ പുറത്ത്. അവനാകപ്പാടെ ഒരു സമാധാനക്കേട്. എന്നാൽ ഷാമിലിനെ ആകെപ്പാടെ ടെൻഷനായിട്ട് അവൻ എഴുന്നേറ്റു. അവൻ നേരെ ആ നഴ്സിംഗ് റൂമിൻ്റെ അടുത്തേക്കെത്തി. സർ, ബുഷി വാതിൽ തുറക്ക്. ഷാമിൽ. പെട്ടെന്ന് സിനാന് ദേഷ്യം പിടിച്ചു. എന്താടോ ഇത്? ഒരു ഡോക്ടർ നഴ്സും, ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടാവും. നിങ്ങൾ എന്ത് കാര്യത്തിന് വിളിക്കുന്നത്? ഒരു കോമൺ സെൻസും ഇല്ലാതാണോ വാതിൽ മുട്ടി വിളിക്കുന്നത്? ഞാൻ വിചാരിച്ച മറ്റേതെങ്കിലും സിസ്റ്റർമാരായിരിക്കും എന്നുള്ളത്. എന്താ അത്? ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് വരില്ലേ? ഇത്രമാത്രം ഡിസ്റ്റർബൻസ് ചെയ്യാൻ എന്ത് കാര്യമാണ് ഞങ്ങൾ ചെയ്തത്? ഇങ്ങനെയാണോ ഒരു പേഷ്യൻറ്റിൻ്റെ മര്യാദ? നിങ്ങൾ ആരാ കൂട്ടിരിപ്പിന് വന്നാണല്ലോ? ശരിക്കും അതാ അയാളുടെ ആ പൊട്ടിത്തെറിച്ച വാക്കുകൾ കേട്ട് അതാ ഷാമിൽ ഞെട്ടിപ്പോയി. ഇത് ഞാൻ എൻ്റെ നിൻ്റെ കൂട്ടുകാരിയോ? സർ, അതെൻ്റെ. നോ, കമോൺ, വരൂ, വാതിലങ്ങടച്ചേക്ക്. എന്താ തീരെ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പ്രവൃത്തി? ഇവിടെ 2 ആളുകൾ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ മുട്ടി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അതിനെന്താ, മുട്ടിയല്ലേ വിളിച്ചത്, അല്ലാതെ ഡോർ ലോക്ക് ഇല്ലാതൊന്നും തുറന്ന് ഓപ്പണായി വന്നിട്ടൊന്നുമില്ലല്ലോ. അത് മുട്ടി വിളിച്ചിട്ടല്ലേ ഉള്ളൂ. ബുഷ്ര, ആരാടി അവൻ?
ആരാ അവൻ? ശരിക്കും അതാ അവളുടെ കാര്യത്തിൽ അയാൾ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടായാലും ബാക്കായാലും ഇവിടെ പറ്റില്ല അതൊന്നും. ഓക്കെ, ഡ്യൂട്ടി സമയത്താണോ അവൻ വേണ്ടാത്തതിന് വേണ്ടി വന്നത്? അല്ല സർ, അവൻ വേണ്ടാത്തതിന് വേണ്ടി വന്നിട്ടില്ലല്ലോ. അത് ആരാ അവൻ ഈ റൂം പറഞ്ഞു കൊടുത്തത്? അത് എന്നാൽ ഷാമിലിന് ആകപ്പാടെ ടെൻഷനായി. അവന് ആ ഡോക്ടറിൻ്റെ ഉച്ചത്തിലുള്ള ആ ഒരു സംഭാഷണം കേട്ടപ്പോൾ അവനാകെ വേർത്ത് പോയി. അവൻ നേരെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. അവനാകെ ടെൻഷനായി. എന്നാൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അൻഷിഫ്. കണ്ടോ അവളെ? ആ, അത് അവരെന്തോ ചർച്ച ചെയ്യായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് വാതിൽ മുട്ടി വിളിച്ചതേ ഉള്ളൂ. ഭയങ്കര വയലൻ്റായി ആള്. അൻഷിഫ് ഒന്നും പറഞ്ഞില്ല കാര്യമായിട്ട്. ശരി, ഞാൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോഴേക്കും ഇൻഷാ അല്ലാ എൻ്റെ ഡ്യൂട്ടിയും കഴിയും. ഓക്കെ, ഞാൻ വിളിക്കാം. ശരിക്കും ഷാമിലിനോട് എല്ലാം ഒന്ന് തുറന്നു പറയണമെന്നൊക്കെ തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ബുഷിയും ഡോക്ടറും അവിടെ നിന്നിറങ്ങി. എന്താ ബുഷി ഇത്? ഞാൻ നിൻ്റെ ഡോക്ടറാണ്, നീ എൻ്റെ നഴ്സാണ്. ശരിയാണ്, പക്ഷെ പരിചയക്കാരെന്നോ മറ്റാൾക്കാരെന്നോ കരുതിയിട്ട് ഈ റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നിടത്തൊക്കെ ഒരിക്കലും കടത്തി വിടാൻ പാടില്ല. നീ എന്ത് കരുതിയിട്ടാ? എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബേക്കാണെന്നൊക്കെ പറഞ്ഞ്. അതെ, ഇത് ഹോസ്പിറ്റലാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ കറക്റ്റ് രീതിയിൽ ചെയ്യണം. ഞാൻ നിന്നോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നീ തരേണ്ടത്. അല്ലാതെ നിൻ്റെ മറ്റുള്ളവരൊന്നും കയറ്റി കൊണ്ടുവരാനുള്ള സ്ഥാപനമല്ല ഈ ഹോസ്പിറ്റൽ. ടൂറിസ്റ്റ് പ്ലേസ് ആണോ ഇത്? ശരിക്കും ബുഷി ഒന്നും മിണ്ടിയില്ല. അതെ, ഡോക്ടർ എന്താ ഇത്രമാത്രം എന്നോട് ചൂടാകുന്നത് എന്ന് വിചാരിച്ചു. ഒരു നിമിഷം അൻഷിഫിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നി. സർ, കരയാനല്ല പറഞ്ഞത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അത് വിചാരിച്ചാൽ മതി. നിന്റെ ഭർത്താവ് വരുന്നില്ലല്ലോ ഇങ്ങോട്ട് കയറി പറ്റാൻ. വരില്ല, അവൻ ഡോക്ടറാണ്, അവന് വിവരമുണ്ട്. ഈ വിവരമില്ലാത്ത ഓരോ വിവരദോഷികൾ വന്ന് ഇവിടെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഡ്യൂട്ടിന്ന് ഞാൻ പിരിച്ചുവിടും നിന്നെ. ശരിക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ബുഷി വിചാരിച്ചു, ഡ്യൂട്ടിന്ന് പിരിച്ചുവിട്ടാൽ എന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അതൊന്നും. അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ അതാ റൗണ്ടിങ് തുടങ്ങി. ശരിക്കും അന്ന് ബുഷറക്ക് നല്ല രീതിയിൽ ചീത്ത കിട്ടിക്കൊണ്ടിരുന്നു അയാളുടെ കയ്യിൽ നിന്ന്. എന്താ ഇത്, തീരെ അത് നട്ടം തിരിഞ്ഞു പോയോ? എന്താടി, നിൻ്റെ പഴയ കാമുകനെ എങ്ങാനും കണ്ടിട്ടാണോ നീ ഇത്രമാത്രം വയലൻ്റായി വരുന്നത്? സർ, ഞാനല്ലല്ലോ. എനിക്ക് നീ ആയതാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ തല തിരിച്ചാണല്ലോ ചെയ്യുന്നത്. അവൾ ആ ട്രേയിലെ മരുന്നെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ അവളുടെ അറിയാതെ മറ്റൊരു സിസ്റ്ററിൻ്റെ കൈ അതിൽ തട്ടി. അതിൽ ഉള്ള ഇഞ്ചക്ഷൻ മരുന്നും എല്ലാം തട്ടിമറിഞ്ഞു വീണു. ശരിക്കും സിനാൻ ഡോക്ടറുടെ ദേഹത്തൂടെയാണ് അതെല്ലാം മറിഞ്ഞത്. സ്റ്റുപ്പിഡ്, എന്താ നിനക്ക്? നീ എന്താ ഇവിടെ ഒന്നല്ലേ? ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. അല്ലാതെ ഇത്രമാത്രം മോശമായിട്ട് എന്ത് നഴ്സിംഗാണ് ഇതൊക്കെ? നിങ്ങൾ പഠിച്ചു വന്നതന്നെയാണോ? എന്നെ പറഞ്ഞാൽ മതി നിങ്ങളൊക്കെ കൂടെ കൂട്ടിയേ. പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് നല്ലത് ചെയ്തു കൊടുക്കുമ്പോൾ തീരെ ഒരു ശ്രദ്ധ. എവിടെ നോക്കി എന്താടി നിന്നെ മറ്റവനെ ചിന്തിച്ചിരിക്കുകയാണോ നീയെ? ശരിക്കും സിനാൻ്റെ ആ ഒരു ആർത്തുള്ള ആ ഒരു ശബ്ദം അവളെ പേടിപ്പെടുത്തി. സർ, അവൾ തന്നെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുന്ന അവർ വന്നു. മോളെ, ഞങ്ങൾ എടുത്തോളാം, സിസ്റ്റർമാരിതൊന്നും ചെയ്യാറില്ലല്ലോ, മാറൂ, ഞങ്ങൾ ചെയ്തോളാം. വേണ്ട, അവൾ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ കുപ്പിച്ചില്ലും എല്ലാം അതാ അവൾ തന്നെ കൈകൾ കൊണ്ട് വാരിയെടുക്കുന്നു. ഞാൻ ചെയ്തോളാം. എന്നാൽ അത് കണ്ടുകൊണ്ട് അതാ ഷാമിൽ അങ്ങോട്ട് കടന്നു വരുന്നു. എൻ്റെ ബുഷിക്ക് ഇവിടെ ക്ലീനിങ് ആയിരുന്നോ ജോലി? നഴ്സിംഗ് യൂണിഫോം കിട്ടിട്ട്? എന്നാൽ ഒരു നിമിഷം, എന്തു പറ്റി സാറേ എന്ന് പറഞ്ഞവൻ വന്നു. കാര്യം ഷാമിലാണ് എന്നുള്ളത് അവന് മനസ്സിലായി. അതെ, ഞങ്ങൾ നേഴ്സുമാരും ഡോക്ടർമാരും തമ്മിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റും. അതൊക്കെ അന്വേഷിക്കാൻ താനാരടോ? താന് ഇവിടെ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നതല്ലേ? അതൊന്നും അന്വേഷിക്കാനുള്ള ബാധ്യതയും ഡ്യൂട്ടി നിനക്കിവിടെ ഇല്ല. ഓക്കെ ബുഷി, കമോൺ. ബുഷി പേടിച്ചുകൊണ്ട് അത് അയാളുടെ കൂടെ തന്നെ നടന്നു. ബുഷി, ഒന്നും ഉണ്ടായിട്ടല്ല, നിന്നുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ട് മാത്രമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അവനാ കയറി വന്നതും നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടതും ചോദിച്ചു എനിക്ക് ഇഷ്ടമായില്ല.
നിൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നോ, അത് നിൻ്റെ ഭർത്താവാണെങ്കിൽ പോലും എനിക്കിഷ്ടമല്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യത്തിൽ എനിക്ക് നിന്നോട് പലതും ചോദിക്കാനും പറയാനുണ്ട്. ബുഷി, സോറി, ഇറ്റ്സ് ഓക്കെ. എന്നാൽ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആളുകളുടെ ഇടയിലിട്ട് അയാൾ എന്നെ ഉറക്കെ ചീത്ത പറഞ്ഞു. പോരാത്തതിന് ആ നഴ്സിംഗ് റൂമിൽ വെച്ചും ഷാമിൽ വന്നപ്പോൾ അയാൾക്ക് ആലിളകിയ പോലെയാണ്. ബുഷി, എൻ്റെ മുഖത്തേക്ക് നോക്ക്. അറിയാതെ അതാ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ആ കണ്ണീർ തുള്ളികൾ അയാൾ പതുക്കെ തോത്തുവാൻ വേണ്ടി ആ വിരലുകൾ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. സർ, ഡോണ്ട് ടച്ച്. നോ, എന്നെ തൊടുന്നത് ഇഷ്ടമല്ല. ഓ ഇല്ല, തൊടുന്നില്ല. നോ, തൊടുന്നത് ഇഷ്ടമില്ലെങ്കിൽ തൊടുന്നില്ല. സാർ പലപ്പോഴായിട്ട് എന്നെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനത് അറിയായിട്ടല്ല. ഓ മൈ ഗോഡ്, അങ്ങനെയോ? അങ്ങനെ ഞാൻ ഇല്ലല്ലോ മോളെ. എനിക്ക് നിന്നോട് എല്ലാവരെക്കാളും എന്തോ ഒരു സ്നേഹം, ബഹുമാനം തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ. അതൊക്കെ നീ അങ്ങ് കാര്യമാക്കിയെടുത്തോ. സാർ, അറിയാതെ എന്നെ ടച്ച് ചെയ്തത് ഞാൻ അറിയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, എനിക്കതിഷ്ടമല്ല. എന്നെ ടച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. സാറിന് കാര്യങ്ങൾ എന്തെങ്കിലും പറയാം, എന്നെ ചീത്ത പറയാം, ഉപദേശിക്കാം, നോ പ്രോബ്ലം. പക്ഷെ എന്നെ ടച്ച് ചെയ്യുന്നത് അതെനിക്കിഷ്ടമല്ല. എനിക്ക് ഭർത്താവുള്ളതാണ്. ഓഹോ, അങ്ങനെ ഭർത്താവുണ്ടല്ലേ? ടച്ച് ചെയ്യാത്ത ഭർത്താവ് അല്ലേ? ടച്ച് ചെയ്തിട്ടും എന്താ, വല്ല കാര്യമുണ്ടോ? ഞാൻ നിന്നെ ടച്ച് ചെയ്യില്ല. ഓക്കെ, കണ്ട് ആസ്വദിക്കാൻ പറ്റുമോ? എന്തൊരു സൗന്ദര്യത്തിടുമ്പാണ് പെണ്ണെ നീക്ക്. എന്താ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എന്നാൽ അവൾക്ക് മുഖത്തേക്ക് നോക്കാൻ ശേഷിയുണ്ടായില്ല. എന്താ, മറ്റവന് വരുമോ നിൻ്റെ? സത്യം പറയടി, ആരാ അത്? അതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് അടിച്ച് ഞാനുണ്ടല്ലോ. സർ, നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം സ്വാതന്ത്ര്യം എടുക്കുന്നത്? നീ എൻ്റേതായതുകൊണ്ട് നീ എനിക്കുള്ളതാണ്. മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. നീ എനിക്ക് മാത്രമുള്ളതാണ്. എന്നാൽ ഷാമിലിനെ ആ ഒരു പ്രവൃത്തിയെല്ലാം കണ്ടപ്പോൾ നേരത്തെ പ്രവൃത്തി കണ്ട് അവന് വല്ലാത്ത ടെൻഷനാവുകയാണ് ചെയ്തത്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സിനാന് അതാ ഉപ്പയുടെ അരികിൽ. എന്താ ഉപ്പ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ടെൻഷനുണ്ടോ? ടെൻഷൻ ആവരുത് കേട്ടോ. ഉമ്മ നോക്കിക്കേ. ഉപ്പയെ ടെൻഷനാക്കരുത് കേട്ടോ. കൂടെ എപ്പോഴും കൂടെ കഴിയാൻ പറ്റുന്നവൾ കൂടെ കഴിയുക, അല്ലാത്തവർ വിട്ടൊഴിഞ്ഞു പോവുക. അല്ലാതെ എല്ലാവർക്കും കൂടെ കഴിയണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. നിങ്ങൾ കൂടെ കഴിയാൻ ഇവർക്ക് അനുയോജ്യമാണെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ കഴിയണം. ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഉപ്പ, എന്താ നിങ്ങൾ ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്തത്? അത് എന്നാൽ ഷാമിൽ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഡോക്ടർക്ക് ഡോക്ടറുടെ ഡ്യൂട്ടി ചെയ്താൽ പോരെ. അവർ ഹാപ്പിയാണ്, അവർ കുഴപ്പമൊന്നുമില്ല. ആഹാ, നീയോ? ഓ, ഈ പേഷ്യൻറ്റിൻ്റെ ആളാണല്ലേ നീ? അതെ സാർ. എന്നാൽ ബുഷി തൊട്ടുപിറകിൽ പേടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഉപ്പ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഈ പെൺകുട്ടിനെ കണ്ടപ്പോഴേ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. എൻ്റെ കുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. ഉപ്പ തുറന്നു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അതാ ആ ഡോക്ടർ ഞെട്ടി. എന്താ ഉപ്പ, കണ്ട് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ പ്രേമിക്കാൻ മാത്രം നിങ്ങളൊക്കെ അയക്കണോ? ഡോക്ടറെ, പ്രേമിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയാം, എനിക്ക് ഈ കുട്ടിനെ കണ്ടപ്പോൾ ഒരു പൂതി, എൻ്റെ മോനക്ക് വേണ്ടിയിട്ട്. പിന്നെയാണ് അറിഞ്ഞത് അവൾ മാരീഡാണ് എന്നുള്ളത്. മാരീഡാണ് അവൾ. മാരീഡായവരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുതിട്ടോ ഉപ്പ. ഓക്കെ അല്ലേ? പിന്നെ ഇതായി മെഡിസിന് വാങ്ങിച്ചോളൂ. ഓക്കെ, നല്ല രീതിയിൽ ഇവരെ കെയർ ചെയ്യും. നിങ്ങൾ അവിടെയും ഇവിടെ നടക്കാതെ ഇവരെ നോക്ക്. നിങ്ങൾക്ക് എന്താ ഡ്യൂട്ടി? ഷാമിലിനെ അത് തീരെ അങ്ങ് പറ്റിയില്ല. ഡോക്ടർ ഒരു താഴ്ന്ന രീതിയിലാണ് ഷാമിലിനെ ചിത്രീകരിച്ചത്. എന്നാൽ അതാ ബുഷി പറയുന്നു, സർ, അവന് ഗൾഫ്. ബുഷിയോട് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. ഓക്കെ, അവനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയാണ്ട്, അവൻ അത്ര പോരാ. എന്നാൽ അതാ അവിടെ കഴിഞ്ഞ് അടുത്ത പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും ബുഷിയെ പരമാവധി തൊട്ടുരുമാൻ നോക്കുന്നുണ്ട് ഡോക്ടർ. എന്നാൽ ഷാമിൽ അത് ശ്രദ്ധിച്ചു. ഇല്ല, ആ ഡോക്ടർ ആൾ ശരിയല്ല.
എന്നാൽ ബുഷിയോട് എന്തോ ഒരു കാര്യം പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അവൾ അത് എടുക്കുവാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും ഡോക്ടർ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ നടക്കുന്നതും അവൾ തിരിച്ചു വരുന്നതും ഒക്കെ. എന്നാൽ ഷാമിലിനത് കണ്ട് അവൻ്റെ കൺട്രോൾ പോയി. ഇത്രക്കും വൃത്തികെട്ട ഡോക്ടറോ? ഒരു സ്വന്തം നഴ്സിന് വരെ നല്ല രീതിയിൽ നല്ല കണ്ണുകൾ കൊണ്ട് കാണാതെ അവൻ്റെ കാമക്കണ്ണുകൾ കൊണ്ടാണ് കള്ളൻ നോക്കുന്നത്. ഡോക്ടറാണ് പോലും. ഡോക്ടർ ഷാമിലിന് ശരിക്കും ദേഷ്യം പടർന്നു കയറി. അതെ, എപ്പോഴും അവളെ കൂടെ തന്നെ മുട്ടിയിരുമാൻ ശ്രമിക്കുന്നു. അവളതിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എന്താ അൻഷിഫ് ഇങ്ങനെ വിട്ടത് അവളുടെ കൂടെ? അവനെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഒരു കൺട്രോൾ വേണമല്ലോ. ശരിക്കും അവൻ അത്ര ആൾ ശരിയല്ല. അൻഷിഫിനോട് കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കാഞ്ഞാൽ ശരിയാവില്ല. എന്നാൽ ഈ സമയം അതാ റൗണ്ടിങ് എല്ലാം കഴിഞ്ഞ് അവർ റൂമിലേക്ക് പ്രവേശിച്ചു. നഴ്സുമാരൊക്കെ ചായ കുടിക്കുവാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ബുഷി പോകാൻ നിന്നപ്പോൾ ബുഷി ഇവിടെ വരൂ, സിനാൻ സാർ വിളിച്ചു. എന്ത് സാർ? സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഞങ്ങളോ? സത്യം പറയണം, സത്യം മാത്രം പറഞ്ഞാൽ മതി. നീയും ആ ചങ്ങായി എന്തെങ്കിലും ബന്ധം? എൻ്റെ പേരെന്താ? ഷാമിലോ? ഷാമിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല സാർ, അത് ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു? ആദ്യം ഉണ്ടായിരുന്നു, അതെ. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഓഹോ, അപ്പം അങ്ങനെയായിരുന്നു. നിങ്ങളുടെ പ്രണയബന്ധം ഇപ്പോഴും ഉണ്ട് അല്ലേ? ഞാൻ അൻഷിഫിനോട് കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയും. അൻഷിഫിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ, അവൻ നിന്നെ നോക്കിക്കൊണ്ട് നടക്കുന്നു. നീയും എന്താ ചെയ്യുന്നത് അത് നോക്കിക്കൊണ്ട് നടക്കുക. നീ എങ്ങോട്ട് പോകുന്നത്? അതെ, ഞാൻ സാറിനോട് പറയണമെന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ടച്ചപ്പ് നീ ഒഴിവാക്കണം. ഞാൻ അൻഷിഫ് സാറിനോട് എല്ലാം തുറന്ന് പറയും. വേണ്ടാത്തിന് നിൽക്കണ്ട, മനസ്സിലായല്ലോ? നീ അവനോട് തുറന്ന് പറയണം. ഷാമിൽ, ഒരിക്കലും നീ എന്നെ തേടി വരരുത്, എന്നെ നോക്കരുത്, എന്നെ വിളിക്കരുത് എന്ന് നീ പറയണം. അല്ലെങ്കിൽ അൻഷിഫിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആകെ കുളമാക്കും. ഞാൻ കണ്ടു അവനും നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സംസാരിക്കുന്നത്. അവർ കാര്യപ്പെട്ട നല്ല ചർച്ചകൾ. അവർ നല്ല ഫ്രണ്ടാണ് തോന്നല്ലോ. എൻ്റെ കല്യാണത്തിന് അവർ പരിചയപ്പെട്ടതാണ്. പിന്നെ സൽക്കാരത്തിനും. സൽക്കാരം, കല്യാണം, ഓക്കെ. ഞാൻ നിന്നെ സൽക്കാരത്തിന് വിളിച്ചതാണ്. പക്ഷെ അവർ തമ്മിലുള്ള ടൈപ്പ് അത് ഞാൻ ഒഴിവാക്കി തരാം. അത് ഒഴിവാക്കാൻ എനിക്ക് മാർഗമുണ്ട്. നീയും ഷാമിലുള്ള ആ ഒരു ബന്ധം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി സാറിന്. പെട്ടെന്ന് അവൻ നിന്നെ അങ്ങ് ഒഴിവാക്കും. എന്നാൽ പിന്നെ എനിക്ക് നിന്നെ അങ്ങ് കെട്ടാലോ? സാർ, നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും. നോ, എനിക്ക് ഭർത്താവുണ്ട്. അദ്ദേഹം ഭർത്താവ് മാത്രമല്ല, നിനക്ക് നല്ലൊരു കാമുകനുണ്ടല്ലോ. എന്ത് ഭംഗിയാണ് അവനെ കാണാൻ. നല്ല ചുറുചുറുക്കുള്ളൊരു പയ്യൻ. ഇത്രയും ഭംഗിയുള്ളൊരു കാമുകൻ നിനക്ക് ഉണ്ടായിരുന്നോ? എന്നിട്ടെന്താ നീ ഓനെ കെട്ടാതിരുന്നത്? ഈ ഡോക്ടർ കെട്ടിയത്? സർ, എൻ്റെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ദയവായി ഇടപെടരുത്. എനിക്ക് താല്പര്യമില്ല. ബുഷി, നീ നല്ലോണം പ്രതികരിക്കാൻ തുടങ്ങിയല്ലോ. നീ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് മിണ്ടാതെ സൈലൻ്റായി പേടിച്ച് കഴിയുന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ നീ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും തട്ടുത്തരം പറയുന്നുണ്ട്. സർ, ഞാൻ കാര്യമാണ് പറഞ്ഞത്. എനിക്കെൻ്റെ ഭർത്താവുണ്ട്. ഭർത്താവ് മാത്രമല്ല, കാമുകനും അല്ലേ? കാമുകനല്ലേ? സർ, അനാവശ്യം പറയരുത്. കല്യാണത്തിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം പിന്നെയും എന്താടി നീ എൻ്റെ നേർക്ക് നീ ഇളകുന്നുണ്ടോ? അതേ, പണിയെടുപ്പിക്കല്ലേ മോളെ എന്നെക്കൊണ്ട്. പിന്നെ നീ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവനുമായുള്ള ബന്ധം ഞാൻ ഓപ്പൺ ആക്കില്ല. അല്ല എങ്കിൽ പലതും കെട്ടിച്ചമച്ച് ഞാൻ പറയും. ഓക്കെ, പോ. അവൾ ക്യാൻറ്റീനിലേക്ക് പോയി അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ഷാമിൽ ഇത് കണ്ടു. ഷാമിൽ ഓടിയെത്തി. ബുഷി, എന്തു പറ്റി? അത് എനിക്ക് ചെറിയൊരു തലവേദന ഷാമിൽ. ചായ പറഞ്ഞില്ലല്ലോ. എന്നാൽ അപ്പോൾ തന്നെ അവൻ ചായ പറഞ്ഞു. അവൾക്ക് ചായയും കടിയും അവൻ തന്നെ വാങ്ങിക്കൊടുത്തു. എന്നാൽ ഒരു നിമിഷം സിനാൻ അത് കണ്ടു. ഓഹോ, അപ്പോൾ ബന്ധം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറക്കാരിയല്ല, അവനുമായുള്ള എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ അടുത്തേക്ക് എത്തിയത്. ഡോക്ടർ ഭർത്താവായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരുത്തം ഇവിടെ ഉണ്ടാവുമ്പോഴേ ഇവൻ പോരെ. എന്താ ചെക്കൻ്റെ ഉഷാറ്, അത് പോരെ. എന്നാൽ
അയാൾ അതെല്ലാം നോക്കിക്കാണുന്നു. CCTVയിൽ അതെല്ലാം വ്യക്തമാണ്. പോരാത്തതിന് നേരിട്ട് ജനൽ തുറന്നു നോക്കിയാലും അത് ഗ്ലാസ് വഴി കാണാം. കണ്ടില്ലേ? എന്നാൽ ഷാമിൽ അവളോട് ചോദിക്കുന്നു, എന്ത് പറ്റി ബുഷി, എന്ത് കരയുന്നത്? വല്ലാണ്ട് വിഷമിച്ചല്ലോ. കഴിഞ്ഞില്ലേ ഡ്യൂട്ടി, ഇനി പോവുമല്ലേ? ഷാമിൽ, ഉപ്പാക്ക് എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, ഡോക്ടർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എല്ലാം ഉമ്മയും ഉപ്പയും ഒരുമിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. ഉമ്മ അവിടെയുള്ള ജോലിക്ക് നിൽക്കുന്ന ഉമ്മയാണ്. ഇപ്പോൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അവരെ നിക്കാഹ് നടത്തി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവരെ അങ്ങ് ഒരുമിപ്പിക്കണം. പിന്നെ ബുഷി, നീ ഹാപ്പിയല്ലേ മോളെ? ഷാമിൽ, അതെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ, ചായ കുടിക്കുക? ഒന്നുമില്ല ഷാമിൽ. എന്നാൽ ഈ നിമിഷം അതാ സിനാൻ ഡോക്ടർ മറ്റൊന്നുമല്ല ചെയ്തത്. അവൻ്റെ സൂമിങ്ങുള്ള ആ ഒരു ഫോണെടുത്തു. ഏറ്റവും സൂമിങ്ങിൽ അത് ദൂരെ നിന്ന് അവനത് ഷൂട്ട് ചെയ്യുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ഷാമിൽ, എനിക്ക് എൻ്റെ അവസ്ഥ. എന്തു പറ്റി? ഒന്നുമില്ല, ഡ്യൂട്ടിയിലേക്ക് കയറിയതിൻ്റെ ആ ഒരു വിഷമാണ്. അതിന് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അങ്ങനെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സിനാൻ ഡോക്ടർ ശ്രദ്ധിക്കണം കേട്ടോ. അയാൾ ആളത്ര നല്ലതെന്നെല്ലാം തോന്നുന്നു. നിന്നെ പരമാവധി നോട്ടിട്ടിട്ടുണ്ട്. നീ നടക്കുമ്പോഴൊക്കെ നിൻ്റെ ബാക്കിലേക്കാണ് അയാളുടെ കണ്ണ്. നല്ലോണം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, എനിക്ക് കണ്ടിട്ട് ദേഷ്യം പിടിക്കണം. അയാളെ പിടിച്ചൊന്ന് കൊടുക്കാനാണ് തോന്നുന്നത്. മനസ്സിലായിക്കോ. പിന്നെ ഒരു ശ്രദ്ധ, ഒരു കണ്ണ് എപ്പോഴും വേണം. ആരുടെ കൂടെ ജോലി ചെയ്യുകയാണെങ്കിലും. നിൻ്റെ ഭർത്താവാണെങ്കിൽ പ്രശ്നമില്ല. അയാൾ അത്ര അങ്ങോട്ട് പോരാത്തതുകൊണ്ട് ഞാൻ അയാൾക്ക് നിന്നെ മാത്രമായിരിക്കില്ല, വേറെ പലരോടും അങ്ങനെ ബന്ധം ഉണ്ടാവും. ചില നേഴ്സുമാരെ കണ്ടാലേ ചില ഡോക്ടർമാർക്കൊരു ഇളക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ള കേസ് തന്നെയാണ്. അങ്ങനെ കാരണം നേഴ്സുമാർ അവർ ഒരുമിച്ചല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് തന്നെ അത് ആ ഫീൽഡ് എന്നല്ല, എല്ലാ ഫീൽഡിലും ഉണ്ടാവും അങ്ങനെയുള്ളവർ. അങ്ങനെ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. ആരും ഇത്ര നല്ല ഈ ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ചില ഡോക്ടർമാർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ബുഷി സൂക്ഷിക്കണം കേട്ടോ മോളെ. മാക്സിമം നിൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ ജോലിക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശരിക്കും അത് എന്തൊക്കെയോ തുറന്ന് പറയണമെന്ന് ബുഷിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവൾ അതെല്ലാം ഉള്ളിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടപ്പോൾ, ബുഷി കരയരുത് പെണ്ണേ, നീ പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി അവനോടൊപ്പം നല്ല ജീവിതം. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട കേട്ടോ. നമുക്കൊരു ജീവിതം കിട്ടിയില്ല, ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷിച്ച് ജീവിക്കാം. ഓക്കെ അല്ലേ? അവൾ അല്പം പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. കാരണവർ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തവളെ സെറ്റാക്കുന്നുണ്ട്. എന്തൊക്കെയാവാം. തൽക്കാലം ഈ ക്ലിപ്പ് എൻ്റെ കൈകളിലിരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കണം. അൻഷിഫ് ഒന്നും അറിയുന്നില്ല. അവനിത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ബുഷിയെ പേടിപ്പിക്കുക, ഇനി ഇത് മതി. ഓക്കെ. എന്നാൽ അതാ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ്. ബുഷി കരയരുത് കേട്ടോ, എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും, പ്രാർത്ഥിക്കണം കേട്ടോ. എന്നാൽ അവൾ വിതുമ്പുകയായിരുന്നു. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ നേരെ അതാ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സർജറി നടക്കുന്ന റൂമിനരികിലേക്ക്. സാറിൻ്റെ വൈഫ്. വന്നോ? എന്നാൽ അയാൾ സന്തോഷത്തോടെ, ബുഷി കഴിഞ്ഞോ മോളെ? കഴിഞ്ഞു. എൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഒന്നുമില്ല. നീ ഷാമിലിനെ? കണ്ടു. അവൻ എൻ്റെ ഉപ്പ ഇവിടെ അഡ്മിറ്റാണല്ലോ. പറഞ്ഞു. ഏതായാലും ഓക്കെ, പഠിച്ചോ ഷിഫ് നൽകട്ടെ. എന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യേ. എന്നാൽ എല്ലാവർക്കും സാറിൻ്റെ വൈഫിനെ കാണുന്ന ഒത്തിരി കാര്യമാണ്. അവിടുത്തെ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ബുഷിയെ കാണുമ്പോൾ കിന്നാരം ചോദിക്കും, ഓരോന്ന് പറയും. എന്നാൽ സാറിന് കിട്ടിയ മുത്താണ് ബുഷി എന്ന് വരെ അവിടുത്തെ സീനിയർ ഡോക്ടർ പറഞ്ഞു. കാരണം ബുഷിയുടെ ആ ഒരു സൗന്ദര്യവും അവളുടെ ആ മുഖവും എല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അവളെ, അവളുടെ ആ ഒരു സൽസ്വഭാവവും. അങ്ങനെ അത് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ അൻഷിഫ് സാറും ബുഷിയും വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കാറിൽ. ബുഷി, എൻ്റെ പെണ്ണെ, നിനക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയില്ലേ? അറിയാം ഇക്ക. ലൈസൻസ്?
അതെടുത്തിട്ടില്ല. ഓക്കെ, അതെടുക്കണം കേട്ടോ. കാറൊന്ന് പഠിക്കണം. നമുക്ക് 2 പേർക്കും മാറി മാറി ഓടിച്ചു പോകാലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിനക്കൊരു കാറ്. എന്നാൽ പിന്നെ നിനക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോഴേ ഓട്ടോയ്ക്കും ബസ്സിനൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. എന്നാൽ ആ ദിവസം സിനാൻ ഡോക്ടർ തന്നോട് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതെല്ലാം ആലോചിച്ചിട്ട് ബുഷിക്ക് സമാധാനമുണ്ടായിരുന്നില്ല. അവളതെല്ലാം മനസ്സിൽ വെച്ചു. ബുഷി, എന്താ പെണ്ണെ എത്ര മൂഡ് ഓഫ്? ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലായിട്ടാണോ? ഈ സമയമല്ലേ സുഖം, നൈറ്റ് ആകുമ്പോഴേ. അതെ. എന്താ എൻ്റെ കുട്ടി, എന്തെങ്കിലും വേണം? ചായ എന്തേ വേണം? വേണ്ട, വീട്ടിൽ പോയിട്ട് കഴിക്കാം. അങ്ങനെ അതാ അവർ വീട്ടിലെത്തി. അദ്ദേഹം ഫ്രഷാകാൻ പോയി. ബുഷിയും ഫ്രഷാകാൻ പോയി. ബാത്റൂമിൽ ഷവർ അവളുടെ തലയിലൂടെ തിരിച്ചുവിട്ട് അവൾ ഒരുപാട് കരഞ്ഞു. റബ്ബേ, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ആർക്കോ വേണ്ടി ആരെയോ ഞാൻ ഭയക്കുന്നു. അതെ, സിനാൻ ഡോക്ടർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നെനിക്ക് തോന്നുകയാണ് റബ്ബേ. എനിക്കറിയുന്നില്ല. പഠിച്ചോനെ നീ കാക്ക്. ബുഷി അതാ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ബാത്റൂമിൽ. തലയിലൂടെ ഷവറിലെ വെള്ളം ഒഴുകുമ്പോൾ അതിനനുസരിച്ച് കണ്ണുനീരും ഒഴുകിപ്പോകുന്നതായിട്ട് അവൾക്ക് തോന്നി. ഇൻഷാ അല്ലാഹ് ബുഷിയുടെ കാര്യത്തിൽ രക്ഷയുണ്ടാകുമോ? എല്ലാം അൻഷിഫ് അറിയുമോ? ഷാമിൽ അറിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.